അർജുനെ വീട്ടിലേക്ക് എത്തിച്ചാൽ അരമണിക്കൂറിനുള്ളിൽ പക്ഷേ 1-1.5 മണിക്കൂറിനുള്ളിലാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ വലിയൊരു നിര അർജുനെ കാണാൻ വേണ്ടി കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അർജുൻ്റെ ഭൗതിക ശരീരത്തെ അനുഗമിച്ചും അല്ലാതെയും ധാരാളം ആളുകൾ കണ്ണാടിക്കൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അർജുൻ്റെ ഒഴിവുവേളകൾ ചെലവഴിക്കുന്ന കണ്ണാടിക്കൽ ആർട്സ് ക്ലബ്ബ്, യുവജന ആർട്സ് ക്ലബ്ബിലാണുള്ളത്. KYAC അല്ലേ? KYACയുടെ രക്ഷാധികാരിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ചേട്ടൻ്റെ പേര്? അശോകൻ. എനിക്കൊന്നു ഈ ക്ലബ്ബാണ് അർജുൻ്റെ വീട് കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ വീടെന്ന് പറയാം അല്ലേ? അതെ അതെ. ഈ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴാണെങ്കിലും ശരി, ഈ പ്രളയകാലത്താണെങ്കിലും ശരി, അർജുൻ ഈ ക്ലബിലെ ഭാരവാഹികളുമായി ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നത്. അർജുൻ ഈ ക്ലബിൻ്റെ ഭാരവാഹിയായിരുന്നു എപ്പോഴെങ്കിലും? ഭാരവാഹിയായിരുന്നു. എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അർജുൻ എക്സിക്യൂട്ടീവ് മെമ്പറായ കണ്ണാടിക്കൽ യുവജന ആർട്സ് ക്ലബിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്കൊന്ന് ഈ ടേബിളിൽ ഇരുന്ന് ഒരുപാട് തവണ ക്യാരം ബോർഡ് കളിച്ച് ഈ ക്യാരം ബോർഡിൽ ഇരുന്ന് കളിച്ച കക്ഷി. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാലം ഈ സംഘടനാ പ്രവർത്തനം, ഈ KYAC എന്ന് പറയുന്നത് 19 വർഷത്തിലധികമായി. അതിൽ ഈ അർജുൻ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ ഇതിലൂടെ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിലൂടെയാണ് ഈ സംഘടനാ രംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം യുവജന രംഗത്തും പൊതുപ്രസ്ഥാനത്തിൻ്റെ രംഗത്തൊക്കെ വളരെ സജീവമായി കൊറോണ കാലത്തും പ്രളയം, നമ്മളിപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ കാണിച്ച ഈ അങ്ങാടി പ്രളയകാലത്ത് വലിയ രീതിയിൽ വെള്ളം വരികയും ഈ ഭാഗത്ത് നല്ല രീതിയിൽ വലിയ വെള്ളം. അപ്പോൾ അക്കാലത്തൊക്കെ തന്നെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മുൻനിരക്കാരനായി പ്രവർത്തിച്ച അർജുൻ, ഞങ്ങൾ 72 ദിവസം മുമ്പ് ഇതുപോലെ കൂടിച്ചേർന്ന ഒരു രാത്രി, 1-2 രാത്രികൾ 72 ദിവസത്തിന് മുമ്പ്. അർജുൻ പോകുന്നതിന് മുമ്പോ? അല്ല, അർജുൻ മരണപ്പെട്ടു എന്ന് ഈ നഷ്ടപ്പെട്ടു എന്ന് അറിയുന്ന ഞങ്ങൾ ഈ രാത്രിയിൽ ഇവിടെയാണ് തങ്ങിയത്. ഈ കണ്ണാടിക്കൽ അങ്ങാടിയിൽ കർണാടക സർക്കാരിനോടും ഒക്കെ തന്നെ അഭ്യർത്ഥിച്ച ഞങ്ങൾ ഒരുമിച്ചിരുന്ന അർജുനല്ല ഞങ്ങളെല്ലാവരും ഈ 2 ദിവസമായിട്ട് അർജുനെ കിട്ടി എന്ന് പറയുന്ന ഈ പ്രദേശം ആരും ഉറങ്ങാതിരുന്ന രാത്രികളാണ്. ആ വലിയ കാത്തിരിപ്പാണ് ഒടുവിൽ വിഫലമായെങ്കിൽ പോലും ആ വലിയ ചോദ്യത്തിൻ്റെ ഉത്തരമായി നമുക്ക് വരുന്നത്. പലപ്പോഴും അങ്ങനെയാണ് ജീവിതത്തിൽ, പല ഉത്തരങ്ങൾക്കും നമുക്ക് പ്രതീക്ഷ നൽകാൻ കഴിയില്ല. പക്ഷേ ഒരു വലിയ ആശ്വാസമായി ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായല്ലോ എന്ന് ആശ്വസിക്കാമെന്ന് മാത്രം. എന്താശ്വാസം എന്ന് ഒരുപക്ഷെ പ്രേക്ഷകർ കരുതുന്നുണ്ടാവും. ഇവരെല്ലാവരും അർജുൻ്റെ സുഹൃത്തുക്കളാണ്. നിങ്ങളെല്ലാവരും ഒരേ പ്രായത്തിലുള്ളവരാണെന്ന് തോന്നുന്നു ഏകദേശം അല്ലേ? ഇവിടെ കളിക്കാനൊക്കെ പോകും അല്ലേ? അർജുൻ എനിക്കൊന്ന് ഇവിടെ ക്യാരംസ് ആണ് അർജുൻ. ഈ ഡ്രൈവിംഗ് കഴിഞ്ഞാൽ ക്യാരംസ് വലിയ ഇഷ്ടമാണ് കളിക്കാറുള്ളത്. അതന്നെ. നിങ്ങൾ ഒരുമിച്ച് ഈ പോകുന്നതിന് മുമ്പുള്ള അവസാന സമയങ്ങളിൽ എപ്പോഴെങ്കിലും കണ്ടിരുന്നു? ആള് ലോറിയിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടാൻ വളരെ കുറഞ്ഞു പോയത്. അതിനു മുമ്പ് അത്രയും ആക്റ്റീവായിട്ട് ഇവിടെ നാട്ടിലെ കാര്യങ്ങളിലൊക്കെ, ഞാനൊക്കെ ഈ പ്രവർത്തനത്തിലേക്ക് വരുന്ന സമയത്ത് അത്രയും ആക്റ്റീവായിട്ട് നാട്ടിൽ നിന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ പ്രവർത്തനത്തിനും ഇവിടെ സജീവമായിട്ട് നിൽക്കാറുണ്ട്. ഇനി ലോറി പോകുന്ന കുറച്ച് സമയങ്ങളിൽ ആ പണീൻ്റെ തിരക്കിലായി പോകുക, അല്ലാണ്ട് അതിൻ്റെ മുന്നേ ഇവിടെ സജീവമായിട്ട് ഏത് പരിപാടിയാണെങ്കിലും, ക്ലബിൻ്റെ പരിപാടിയാണെങ്കിലും യുവജന രംഗത്തുള്ള പരിപാടിയാണെങ്കിലും, നമ്മളെ നാട്ടിലെ ഉത്സവങ്ങളായാലും എല്ലാ സമയത്തും ഇവിടെ രംഗത്തുണ്ടാകുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഒരു പക്ഷേ ഈ ക്യാരംസിൻ്റെ അടുത്തായിരിക്കും അല്ലേ? ഈ സ്ഥലത്തായിരിക്കും. അതെ അതെ. പണി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വൈകുന്നേരവും രാത്രി വരെ ഇവിടെ ഉണ്ടാവും. 11 മണി വരെ ക്യാരംസ് കളിച്ചിരിക്കലാണ്. വൈകുന്നേരം വീട്ടിൽ കയറുന്നത് വരെ ഈ ക്ലബിൽ തന്നെ മിക്കവാറും ഉണ്ടാവലാണ്. അതെ അതെ. പോകുന്നതിൻ്റെ 8-ാം തീയതി പോകുന്നതിൻ്റെ തലേന്ന് ദിവസം നമ്മളൊരു ഷോപ്പുണ്ട് അവിടെ. അന്ന് അവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി മകനായിട്ട് വന്നിട്ട് മോനുമായിട്ടാണ് വരുന്നത് അല്ലേ? അന്ന് കടയിൽ വന്ന് മോനുമായിട്ട് വന്ന് സാധനം വാങ്ങിയിട്ടാണ് പോകുന്നത്. അതെ അതെ. അപ്പോൾ അതിൻ്റെ പിറ്റേന്നാണ് ഈ മൂപ്പർ പോകുന്നത്. അത് 16-ാം തീയതി അല്ല പിന്നെ ഇത് നടക്കുന്നത്. ആ സമയത്ത് ഇത് കേട്ടപ്പോൾ നമുക്ക് ഷോക്കായി പോയി. കാരണം നമ്മൾ കൺമുന്നിൽ നിന്നും ഇറങ്ങി പോകുന്ന ഒരാളാണല്ലോ. 8-ാം തീയതി 7-ാം തീയതി എനിക്കറിയാം. ഈ പ്രളയ സമയത്താണെങ്കിലും ശരി, എനിക്കൊന്ന് പൊതിച്ചോറ് കൊടുക്കുന്ന കാര്യങ്ങളിലും എല്ലാം അല്ലേ? ഇത് ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് DYFI സംഘടിപ്പിക്കുന്ന പൊതിച്ചോറുണ്ടല്ലോ. പൊതിച്ചോറ് അന്ന് ഞങ്ങളുടെ ഈ മേഖലയ്ക്കായിരുന്നു ചുമതല. അപ്പോൾ ഈ ചുമതല എൻ്റെ വീട്ടിലായിരുന്നു എല്ലാം സംഘടിപ്പിച്ച് അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റി ആളുകൾ വാങ്ങുന്ന വളരെ സജീവമായിട്ട്. വണ്ടി ഓടിക്കുന്ന അർജുനാണ്. അർജുൻ്റെ ആ ഫോട്ടോ, എല്ലാവരും ഇരിക്കുന്ന ഒരു ഫോട്ടോ, മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് അത് വൈറലായിരുന്നു ഈ മരണത്തിന് ശേഷം. അർജുൻ വളരെ എല്ലാവരോടും ഇടപെട്ട് സംസാരിക്കുന്ന ആളല്ല. വളരെ കാര്യങ്ങൾ സംസാരിക്കും, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാൾ. സംഘാടകൻ കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും പിന്നിലുണ്ടാവും. എന്നാൽ അങ്ങനെ മുന്നിൽ വന്ന ആളുകളോട് സംസാരിക്കുകയോ അങ്ങനെയൊന്നും ഒരുപാട് സംസാരിക്കുന്നൊരു പ്രകൃതി. വളരെ സൗമ്യനായിട്ടുള്ളൊരു മനുഷ്യൻ. എന്നാലോ ആ സൗമ്യത അവൻ്റെ പ്രവർത്തനത്തിൽ വളരെ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്നൊരു മനുഷ്യൻ.
പ്രത്യേകിച്ച് ഈ യാത്ര കാണുമ്പോൾ ഈ ക്യാരംസിൻ്റെ ചുവട്ടിലിരുന്ന് ഇവർക്കൊപ്പം കളിച്ച തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെയാണ് നഷ്ടപ്പെടുന്നത്. മാത്രമല്ല സംഘടനയെ സംബന്ധിച്ച് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ യുവജന സംഘടന DYFI സംഘടനയിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഈ ക്ലബ്ബിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീട് കഴിഞ്ഞിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നത്. ആ സ്ഥലമടക്കം ഇന്നിപ്പോൾ അർജുനു വേണ്ടി വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇരിക്കുന്ന മനുഷ്യരെല്ലാവരും പല പ്രായത്തിലുള്ള, ഇപ്പോൾ രക്ഷാധികാരിയായ അശോകൻ ചേട്ടൻ അല്ലേ, ചേട്ടൻ മുതൽ ഇവിടെ ഏറ്റവും യുവതലമുറയിൽപ്പെട്ട എന്താ പേര്, അഭിനവ് അടക്കമുള്ള ആളുകൾക്ക് ഒരൊറ്റ അഭിപ്രായമുള്ളൂ, അർജുൻ ഈ നാട്ടിൽ വളരെ ആക്റ്റീവായിരുന്ന സൗമ്യമായ സാന്നിധ്യം കൊണ്ട് എല്ലാ മനുഷ്യർക്കിടയിലും പ്രിയപ്പെട്ടവനായി തീർന്ന ആൾ തന്നെയായിരുന്നു. അശോകൻ ചേട്ടൻ അവസാനം അർജുനെ കണ്ടത് ഓർമ്മിക്കുന്നുണ്ട് എപ്പോഴാണ്? ഉണ്ട്. എന്നാ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് കണ്ടു. എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നോ? വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ടും സജീവമായിട്ട് എന്തുണ്ടെങ്കിലും ആദ്യം വിളിച്ചാൽ അർജുൻ വരും, ലോറിയിലല്ലെങ്കിൽ. നാട്ടിലുള്ളപ്പോൾ ഇവിടെ വരുന്ന ആളാണ്, എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന ആളാണ്. അതേമാതിരി തന്നെ പൊതിച്ചോറിൻ്റെ സമയത്ത് സജീവമായിട്ട് അർജുൻ ഉണ്ടാകലുണ്ട്. അതേമാതിരി നമ്മുടെ വെള്ളം കയറി കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടുത്താനും എല്ലാത്തിനും മുൻപ് നിൽക്കുന്ന ആളാണ്. അതാണ് ഈ നാടിന് ഇത്രയും വലിയ സങ്കടമായത്. ഇപ്പോൾ നാട്ടിലേക്കൊന്നും ഇറങ്ങാത്ത ഒരാളാണെങ്കിൽ ഒരുപക്ഷെ ഈ നാട്, എന്നാൽ പോലും ഒരുപക്ഷെ നാട് വിഷമിക്കും. എന്നാലും ഈ നാട്ടിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒരാൾ ഒന്നുകിൽ ലോറിയിൽ കാണും, അതല്ലെങ്കിൽ വീട്ടിൽ കാണും, അല്ലെങ്കിൽ ഈ ക്ലബ്ബിൽ കാണും.